മേഡം, എൻ്റെ റിലേറ്റീവിന് ഈ അടുത്തിടെയായിട്ട് ഫാറ്റി ലിവർ എന്ന അസുഖം ആണെന്ന് കണ്ടു സ്കാനിങ് റിപ്പോർട്ടിൽ. എന്താണ് ഈ അസുഖം? ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖം എന്ന് പറഞ്ഞാൽ ലിവറിന് ചുറ്റിന് അല്ലെങ്കിൽ ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പൊതുവെ ഇതിന് വലിയ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നെങ്കിലും ഒരു രോഗനിർണയത്തിനോ അല്ലെങ്കിൽ ഒരു രോഗം ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഒരു ചെക്കപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കാനൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനുമാണ് ലിവർ ഫാറ്റി എന്ന് കാണിച്ച് അവർക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളതൊക്കെ അന്നേരമാണ് മനസ്സിലാകുന്നത്. അങ്ങനെ അധികം ലക്ഷണങ്ങളില്ല. അഥവാ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായാൽ തന്നെ ചെറിയ കേസുകളിൽ ഈ വയറിന് മുകളിൽ ഒരു വേദന വരും, റൈറ്റ് സൈഡിൽ വയറിന് മുകളിലായിട്ടൊരു വേദന വരും, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ക്ഷീണം വരും. അങ്ങനെ ലക്ഷണങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് കാലതാമസം എടുക്കലുണ്ട്. റാൻഡമായിട്ടായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. ഈ രോഗം അപകടകാരിയാണോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള ഇതുണ്ട്. ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും ഉണ്ട്. ഇതിൽ ഈ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടല്ലോ, അത് വലിയ പ്രശ്നക്കാരനല്ല. അത് മദ്യപാനികളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. മദ്യം കഴിക്കുന്നവരിൽ ഒരു ടെൻഡൻസി ഉണ്ട്, ലിവറിൽ കൊഴുപ്പടിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ളവർ ഈ മദ്യപാനം നിർത്തി കഴിയുന്നതോടുകൂടി ഈ ഒരു കണ്ടീഷൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ ഒരു കണ്ടീഷൻ നോർമൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ആൽക്കഹോൾ കഴിക്കാത്തവരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് കുറച്ച് പ്രശ്നക്കാരൻ തന്നെയാണ്. ഇതിന് ഒരു 3-4 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പഴയൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേനും കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് ലിവർ സിറോസിസ് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ലിവർ ഫെയിലിയറിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരുന്നത് അമിതവണ്ണം ഉള്ളവർക്ക്, പ്രത്യേകിച്ച് സെൻട്രൽ ഒബേസിറ്റി ഉള്ളവർക്ക്, അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റിക്സ്, പ്രമേഹം ഉള്ളവർക്ക്, രക്തസമ്മർദ്ദം ഉള്ളവർക്ക്, പിന്നെ ശരിയായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അല്ലാത്ത ഉള്ളവർക്ക്, പിന്നെ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രശ്നമുള്ളവർക്ക്, പിറ്റ്യൂട്ടറി ഹോർമോൺ പ്രശ്നമുള്ളവർക്ക്, പിന്നെ സ്ലീപ്പ് പാറ്റേൺ, ഉറക്കം കറക്റ്റ് അല്ലാത്തവരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ എപ്പോഴും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കൂടുതൽ സമയം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെയൊക്കെ ഉള്ളവരിലാണ് ഈ ഒരു രോഗം കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ അസുഖത്തിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഇതുവരെ ഫാറ്റി ലിവർ ഡിസീസിന് മാത്രമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മദ്യപാനം നിർത്തിയാൽ മതി, അല്ലെങ്കിൽ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക എന്നുള്ളതാണ്. ഇത് മദ്യം കഴിച്ചിട്ടുള്ളതല്ലാത്ത ഒരു കണ്ടീഷനാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് കാരണം എന്താണ്, ഒബീസിറ്റി ആണോ, അല്ലെങ്കിൽ ഡയബറ്റിസ് ആണോ, അല്ലെങ്കിൽ BP ആണോ, അങ്ങനെ എന്താണ് ഇതിൻ്റെ പ്രത്യേക കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു കാരണത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യുക. ഒരു വെയിറ്റ് ഒരു 8 തൊട്ട് 10 കിലോഗ്രാം വരെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും, ലിവറിനെ ഒരു നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മുടെ ആ സ്ലീപ്പ് പാറ്റേണൊക്കെ ഡെയിലി ഒരു 8 മണിക്കൂർ വരെ ഉറങ്ങുക, പിന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക, പിന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഡെയിലി 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ എക്സസൈസ് ചെയ്യുക. കൂടുതൽ സമയം ഇരിക്കാനുള്ള പ്രവണത അത് കുറയ്ക്കുക. പിന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അല്ലെങ്കിൽ ഷുഗറൊക്കെ അമിതമായിട്ട് അടങ്ങിയ ഭക്ഷണമൊക്കെ കുറച്ച് കൂടുതൽ പ്രോട്ടീൻ റിച്ച് അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ എടുക്കുക. പിന്നെ കടകളിൽ നിന്നുള്ള ബേക്കറി ഐറ്റംസ്, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഐറ്റംസ്, സ്പൈസി ഫുഡ് അതൊക്കെ കുറയ്ക്കുക. പിന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അധികം മധുരം ചേരുന്ന കളർ വെള്ളം, കോള എന്നുള്ളതൊക്കെ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറിൽ നിന്നും മുക്തി നേടാം. ഓക്കെ.